ഈ UTI അതായത് മൂത്രപ്പഴുപ്പ് എന്ന് പറയും. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു മൂത്രത്തിൻ്റെ ടെസ്റ്റ് ചെയ്യുക ആ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരാളുടെ അടുത്താണ്. പക്ഷേ ഈ ലാബുകളിൽ ഈ ടെസ്റ്റുകൾ വളരെയധികം അവൈലബിൾ ആയതുകൊണ്ടും മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് മൂത്രപ്പഴുപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടാകലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടും ആർക്ക് വേണമെങ്കിലും ഈസിലി ആക്സസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് പൊതുവെ ആളുകൾ നമ്മൾ പറയാതെ തന്നെ അതെ കുറഞ്ഞ പൈസയേ ഉള്ളൂ, എല്ലാവരും സ്വന്തമായിട്ട് തന്നെ പോയി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 6 മസിൽസ് കണ്ടാൽ ഇത് ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ആന്റിബയോട്ടിക്സ് എടുത്ത് കഴിക്കുകയും ചെയ്യും സ്വന്തമായിട്ട്. ഇതിപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പഴുപ്പിന് ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. റെഫറൻസ് വാല്യൂ അവിടെ ഉണ്ടാവും, നമ്മളത് കമ്പയർ ചെയ്യും, റെഫറൻസ് വാല്യൂനേക്കാൾ കൂടുതലാണ് കഴിക്കാം എന്നുള്ള രീതി. പക്ഷേ ഈ മൂത്രപ്പഴുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സിംറ്റംസ് ഉള്ള ഒരാളിലാണ് ഈ ടെസ്റ്റുകളുടെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്, അത് എത്രത്തോളം വേണം എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു മൂത്രപ്പഴുപ്പിൻ്റെ ലക്ഷണം പറയുകയാണെങ്കിൽ ഒന്ന് പനി, അതിൻ്റെ കൂടെ ചിലപ്പോൾ ചില ആളുകൾക്ക് തലവേദന ഉണ്ടാവാം, ഓക്കാനം, ഛർദി വരാം, ചില ആൾക്ക് മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന, കടച്ചിൽ, എരിച്ചിൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട്. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു സ്ത്രീകൾക്കായിരിക്കും ആണുങ്ങളതിനേക്കാളും കൂടുതലായിട്ട് മൂത്രപ്പഴുപ്പ് വരിക.